ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിലെ ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളിൽ പലരും ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള വേക്കൻസീസിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നെ പേഴ്സണൽ ആയിട്ടും കമന്റുകളായിട്ടും അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങൾ ഈ സീരീസിന് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 11ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന വേക്കൻസീസ് എല്ലാം നമ്മൾ പേഴ്സണലി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് ഇടുന്നത്. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വേക്കൻസീസിന്റെ ഒതന്റിസിറ്റി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ വേക്കൻസിയിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് പൈസ ആവശ്യപ്പെട്ടാൽ ഒരിക്കലും അത് കൊടുക്കാതിരിക്കുക. ഒരിക്കലും അങ്ങനെയുള്ള പൈസ കൊടുത്ത് ജോലി തരാമെന്ന് പറയുന്ന ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട് നിങ്ങൾ കട്ട് ചെയ്യുക. കാരണം അങ്ങനെയുള്ളവർ നിങ്ങളെ പറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വേക്കൻസിയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ വേക്കൻസി ഇവിടെ കൊടുത്തിരിക്കുന്ന അൽ ഇത്തിഹാദ് സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ എല്ലാ സബ്ജക്റ്റുകളിലേക്കും ഉള്ള വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ ഗ്രേഡ് ലെവലിലേക്കും ഉള്ള വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഇപ്പം UAE ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ജോബ് ഓപ്പർച്യൂണിറ്റി വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇത് 2025-2026 അധ്യയന വർഷത്തേക്കുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ഈ പറയുന്ന എല്ലാ വേക്കൻസീസിന്റെയും ലിങ്കുകൾ, അപ്ലൈ ചെയ്യേണ്ട ലിങ്കുകളും ഇമെയിൽ IDസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അടുത്ത ജോബ് വേക്കൻസിയിലേക്ക് പോകാം. അടുത്ത ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ദിയാഫ ഇന്റർനാഷണൽ സ്കൂളിലേക്കുള്ള ജോബ് വേക്കൻസീസ് ആണ്. അപ്പം ഇവർ കൂടുതലും നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ CV ഷെയർ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ഈ ദിയാഫ ഇന്റർനാഷണൽ സ്കൂളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അതുവഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ജോബ് ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ നമ്പറിലേക്ക് CV അയക്കാനാണ്. പ്രത്യേകം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്കൂളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഒഫീഷ്യൽ ഇമെയിലോ അല്ല എങ്കിൽ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഫോം വഴിയോ അപ്ലൈ ചെയ്യാനാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഈ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സലന്റ് പ്രൈവറ്റ് സ്കൂൾ ഷാർജയിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള PGT ഇംഗ്ലീഷ് ടീച്ചേഴ്സിന്റെ വേക്കൻസിയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രയർ എക്സ്പീരിയൻസ് ടീച്ചിങ് ഇൻ സെക്കൻഡറി സ്കൂൾ സെക്ഷൻസ് ഓഫ് എ CBSE സ്കൂൾ. അതായത് നിങ്ങൾ CBSE കരിക്കുലം പഠിപ്പിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല ചാൻസ് ആണ്. പ്രിഫറബിളി UAE ആണ് എങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇമീഡിയറ്റ് ജോയിനിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഇമെയില് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഒരു ഇമെയിലിലേക്ക് CV അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ സബ്ജക്റ്റും കവർ ലെറ്ററും CV ഒക്കെ വെച്ച് വേണം ഈ ജോബ് ആപ്ലിക്കേഷനൊക്കെ അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇനിയും നാലാമത്തെ ജോബ് വേക്കൻസി നിംസ് ഗ്രൂപ്പിലേക്കാണ്. ഞാൻ നേരത്തെ നിംസ് ഗ്രൂപ്പിലെ കുറച്ച് വേക്കൻസീസിന്റെ കാര്യങ്ങൾ നേരത്തെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇതൊരു റിമൈൻഡർ ആണ്. ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം UAE കറന്റ്ലി സ്പൗസ് സ്പോൺസർഷിപ്പിലുള്ള ആൾക്കാർക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെയുള്ളവർക്ക് സ്പെസിഫിക്കലി നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. കാൻഡിഡേറ്റ്സ് ഓൺ ഓൾ സ്പോൺസർഷിപ്സ് ക്യാൻ അപ്ലൈ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊരു പ്രിഫറൻസ് കിട്ടുന്ന റിക്രൂട്ട്മെന്റ് ആണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം ക്രൈറ്റീരിയാസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫുൾ ടൈം ക്വാളിഫിക്കേഷൻ വിത്ത് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് ആർ മാൻഡേറ്ററി. ഫുൾ ടൈം ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അറ്റസ്റ്റഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് കമ്പൽസറി ആണ്. ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് വിത്ത് B.Ed ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അപ്പൊ ഇന്ന് അപ്ലൈ ചെയ്യുവാനായിട്ട്
നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിലൂടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് എങ്കിലും ഇവരുടെ കരിയർ പോർട്ടലിലൂടെ ഒന്നുകൂടെ നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം 5ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് മിഡിൽ സ്കൂൾ ഡാൻസ് ആൻഡ് ഡ്രാമ ടീച്ചറിന്റെ വേക്കൻസിയാണ്. അപ്പം UAയിലെ ഒരേ ഒരു ഔട്ട്സ്റ്റാൻഡിങ് IB വേൾഡ് സ്കൂളാണ്. അപ്പം ഇവിടേക്കാണ് റിക്രൂട്ട്മെന്റ്. അത് ഈ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലും അത്ര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രൊഫൈലായിരിക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളത്. നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID ഷെയർ ചെയ്യുക. നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ UAയിലെ സാലറി ടാക്സ് ഫ്രീ ആണ്. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഈ 6ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇതൊരു കൺസൾട്ടൻസിയുടെ ജോബ് വേക്കൻസിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ജസ്റ്റ് ഈ ജോബ് വേക്കൻസീസ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ കിട്ടിയ ഒരു വേക്കൻസീസ് ഇതാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായി വെരിഫൈ ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇൻ കേസ് ആരെങ്കിലും പൈസ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ചത് ഡ്രോപ്പ് ചെയ്യുക, ആർക്കും പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം അപ്ലൈ ചെയ്യുവാനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ റിക്വയർമെന്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ റെസ്യൂമെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കുക. ഇനിയും 7ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സെക്കൻഡറി സ്കൂൾ മാത്ത് ടീച്ചേഴ്സ്, സോഷ്യൽ സ്റ്റഡീസ് ടീച്ചേഴ്സിന്റെ വേക്കൻസിയാണ്. ഇത് ജെംസ് ലെഗസി സ്കൂളിലേക്കുള്ള വേക്കൻസീസ് ആണ്. ഇതിന് വേണ്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ലോക്കലി UAയിൽ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെയുള്ളവരെയാണ് ഈ സ്കൂൾ ഇപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കുക. CV ഇമെയിൽ ID അയക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായി സബ്ജക്റ്റും കൃത്യമായ ഒരു ഇമെയിൽ ബോഡിയും കവർ ലെറ്ററും ഒക്കെ വെച്ച് വേണം നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനായിട്ട്. ഇനിയും 8ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജെംസ് ഫൗണ്ടർ സ്കൂൾ ദുബായ് സൗത്തിലേക്കാണ്. അക്കാഡമിക് ഇയർ 2025-26 വർഷത്തെ ുള്ള വേക്കൻസീസ് ആണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നോൺ ടീച്ചിങ് പൊസിഷൻസിലേക്കുമുള്ള വേക്കൻസീസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം അവിടെ ഈ വേക്കൻസീസ് കൃത്യമായി കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ വേക്കൻസിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനിയും 9ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വൈസ് ഇന്ത്യൻ അക്കാഡമി അജ്മാനിലേക്കുള്ള വേക്കൻസിയാണ്. 2025-2026 അധ്യയന വർഷത്തേക്കുള്ള വേക്കൻസിയാണ്. നേരത്തെയും ഈ സ്കൂളിലെ കുറച്ച് വേക്കൻസീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിക്വയർഡ് കാൻഡിഡേറ്റ്സിനെ കിട്ടാത്ത സാഹചര്യത്തിൽ അവർ വീണ്ടും ഈ അഡ്വർടൈസ്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവിടുത്തെ പ്രിൻസിപ്പൽ തന്നെയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വേക്കൻസീസിന് അപ്ലൈ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഈ വേക്കൻസീസിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID ഷെയർ ചെയ്യുക. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണെങ്കിൽ മാത്രം ആണ് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും അടുത്തത് 10ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒരു ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ് വേക്കൻസിയാണ്. ഒരു ബ്രിട്ടീഷ് സ്കൂളിലേക്കാണ്. ഇത് ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നിങ്ങളൊരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ് വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് UAയിലെ ഇൻക്ലൂഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യും. പിന്നെ അറ്റസ്റ്റഡ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ് വേണം. പിന്നെ നിങ്ങൾക്ക് സ്ട്രോങ് കമാൻഡ് ഓവർ ഇംഗ്ലീഷ് ആയിരിക്കണം. പിന്നെ ഇമീഡിയറ്റ് ഹയറിംഗ് ആണ്, ഇമീഡിയറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ UAയിൽ കറന്റ് ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം ഇത് ഒരു ലിങ്ക്ഡിൻ ID നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ലിങ്ക്ഡിൻ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ലിങ്ക്ഡിൻ ID നിങ്ങളുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യുക. എലിജിബിൾ ആണ് എങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലിങ്കിൽ കയറി നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. 11ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ഓപ്പൺ ഡേ ആണ്. 2025 അധ്യയന വർഷത്തേക്ക് ജംഷിന്റെ കാംബ്രിഡ്ജ് ഇന്റർനാഷണൽ സ്കൂൾ അബുദാബിയിലേക്കുള്ള ഒരു ഓപ്പൺ റിക്രൂട്ട്മെന്റ് ഡേ ആണ്. അപ്പം
ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം കുറേയേറെ വേക്കൻസീസ് അവൈലബിൾ ആണ്. പ്രൈമറി, സെക്കൻഡറി, MOE സബ്ജക്ട്സ്, സെൻസ് സ്പെഷ്യലൈസേഷൻ അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള ഒത്തിരി വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് മാർച്ച് മാസം 15-ാം തീയതിയാണ്. രാവിലെ 9 തൊട്ട് 1 മണി വരെയാണ്. അപ്പം ഇതൊരു ഇൻവൈറ്റ് ഓൺലി ഈവന്റ് ആണ്. അതൊരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ CV അവര് വീണ്ടും നോക്കുകയും നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ CV സ്ക്രീനിലാവുകയും നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ലിങ്ക് അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ലഭിക്കുകയും ചെയ്യുന്നു. ആ ഇൻവിറ്റേഷൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ QR കോഡ് ഉപയോഗിച്ച് ഈ QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ഈ ഇവന്റിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെന്റ് ഇവന്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ കറന്റ് UAE-യിലുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. തീർച്ചയായിട്ടും മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.